ഹായ് അസ്സലാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ എണ്ണ ഒഴിക്കാതെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു മോരുകറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും 2-3 മിനിറ്റ് മതി, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അത്ര എടുത്തിട്ടില്ല കേട്ടോ, അതിലേറെ കുറച്ച് കമ്മിയായിട്ട് ഇതുപോലെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിയാൽ മതി, കാരണം നമ്മളിതിൽ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം വരും. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിൽ വെക്കാം. ഇനി ഇത് തിളച്ച് വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു അരമുറി തേങ്ങയും 1 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് വെളുത്തുള്ളി, ഇതുപോലെ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾ 2-3 അല്ലി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഒരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ പത്തിരിക്ക് പുട്ടിനൊക്കെ എടുക്കുന്ന മാവുണ്ടാവില്ല, അരിപ്പൊടി, അതാണ് 1 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് കൂടുതൽ വേണ്ട, കുറഞ്ഞു പോയാലും ഈ അരിപ്പൊടി കൂടിപ്പോവാതെ നോക്കണം. കാരണം ഇനി നമുക്ക് ഇപ്പോൾ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചിരവാത്ത തേങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇത് നമ്മൾ എന്താ പറയുക, ചിരവാത്തത് കൊണ്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചടിച്ചാൽ ആ തേങ്ങ അതിൽ കിടന്ന് കളിക്കും, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല കോമ്പിനേഷനാണ് ഇറച്ചിൻ്റെ കൂടെ, ഇറച്ചി വരട്ടിയതിൻ്റെ കൂടെ, മീൻ വരട്ടിയതിൻ്റെ കൂടെ, ചിക്കൻ്റെ കൂടെ, ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ പഴയ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നാണിത്. ഇപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് കറി വേണ്ടത്. ഇനി ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് അളവിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താനുണ്ട്. ഈ ഒരു അളവിലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് മാവ് കൂടി പോകരുത് എന്ന് പറഞ്ഞത്, കുട്ടികൾക്കൊക്കെ നമ്മൾ ചൊളാണ്ടി വരും, കൂള് എന്നൊക്കെ പറയും, അതുപോലെ ആയിപ്പോവും കൂടിപ്പോയാൽ മാവ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാവ് നോക്കിയിടണം. ഇനിയിപ്പോൾ അബദ്ധവശാൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ, നമ്മുടെ അളവിന്. പിന്നെ ഞാൻ മേലെ 2 കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടാക്കുക. പിന്നെ കുറച്ച് ഉലുവയും കടുവും വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് താളിച്ച് വേണമെങ്കിൽ ഒഴിക്കാം. അത്